ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മുറ്റത്തൂടെ വെറുതെ നടന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം കാണുന്നത്. ഏതായാലും വേസ്റ്റ് മെറ്റീരിയലായിട്ട് കളയത്തുള്ളൂ. അപ്പം നമുക്കിത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മാസ്ക് ടേപ്പ് കൊണ്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാസ്ക് ടേപ്പ് കൊണ്ട് ഫുൾ എഡ്ജസ് ഒന്ന് കവർ ചെയ്തെടുത്തു. എന്നിട്ട് പൈപ്പിനെ കുറച്ച് ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഒന്ന് മാസ്ക് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡിലാണെങ്കിൽ ഞാൻ ബ്ലൂ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാർഡ്ബോർഡ് ഫുള്ളൊന്ന് കളർ ചെയ്തെടുത്തു. ഇനിയാണെങ്കിൽ നമ്മുടെ പൈപ്പിനൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. ലൈറ്റ് ബ്ലൂ കളർ വെച്ചിട്ടാണ് ഒന്ന് കളർ ചെയ്തെടുക്കുന്നത്. പൈപ്പിൻ്റെ ഉൾഭാഗവും നന്നായിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പൈപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരുന്ന ഒരു ഡേർട്ടായിട്ടുള്ള കളറൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ്സിന് മുകളിലായിട്ട് ഗ്ലൂ ഗൺ കൊണ്ട് ഇതുപോലെ കുറച്ച് സ്ട്രൈപ്സ് പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഗ്ലൂ ഗൺ ആണെങ്കിൽ ഒട്ടിയിരിക്കും. ഗ്ലാസ്സിലാകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്ലൂ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. പെയിൻ്റ് അടിച്ച കാർഡ്ബോർഡും പൈപ്പൊക്കെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെടുത്തിരിക്കുന്ന കുറച്ച് മിറ്റലിൻ്റെ കല്ലുകളാണ്. അപ്പോൾ ഇതുപോലെ പൈപ്പ് എടുത്തിട്ട് കാർഡ്ബോർഡിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ചുറ്റുമാണെങ്കിൽ കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിലായിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഗ്ലൂ ആണെങ്കിൽ കാർഡ്ബോർഡിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡിന് ചുറ്റും ഈ കല്ലുകൾ മൊത്തം ഇനി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ കല്ലുകളായിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മുറ്റത്തോ പറമ്പിലോ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ കല്ലുകളെടുത്ത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതിയാകും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടത്. ഒരു വേസ്റ്റ് പൈപ്പ് അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് റോളോ എന്തെങ്കിലുമൊക്കെ മതി. പിന്നെ കാർഡ്ബോർഡ് നമുക്ക് മതി. എന്നിട്ട് ഈ കല്ലുകളെല്ലാം ഞാനാണെങ്കിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഗ്ലൂ ഗൺ കൊണ്ടുള്ള ആ ഒരു സ്ട്രൈപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇനി പൈപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ വാട്ടർ ഫൗണ്ടൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഒരു OHP ഷീറ്റ് ആണെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചിരുന്ന ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പൈപ്പിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരുന്നതിൻ്റെ ഒരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും. ഇനിയാണെങ്കിൽ ഞാനാണെങ്കിൽ വെള്ളം വന്ന് വീഴുന്ന ആ ഒരു അടിഭാഗത്തായിട്ടാണെങ്കിൽ കുറച്ച് പഞ്ഞി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ഞി ഒട്ടിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഗ്ലൂ ഗണ്ണ് കൊണ്ട് തന്നെയാണെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ വെള്ളം വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പതയുടെ ഒരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും. ഇനി പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് അത് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടി ആണെങ്കിൽ ഗ്ലൂ കൊണ്ട് കുറച്ച് സ്ട്രൈപ്സ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടിഭാഗത്തായിട്ട് നന്നായിട്ട് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ലീവ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനി അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് കല്ലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ഒരു വാട്ടർ ഫൗണ്ടൈന് കുറച്ചുകൂടി നല്ലൊരു നാച്ചുറൽ ലുക്കൊക്കെ കിട്ടും. നല്ലൊരു എസ്തെറ്റിക് ലുക്കായിരിക്കും കാണാനായിട്ടൊക്കെ ആയാലും. കുറച്ച് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ബേർഡ്സൊക്കെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആണെങ്കിൽ കുറച്ച് ലീവ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നത് അതൊന്ന് ചെറിയ കഷ്ണമാക്കി മുറിച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് കല്ലിൻ്റെ ഇടയ്ക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഷോക്കേസിലൊക്കെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ ലീവ്സ് എന്തെങ്കിലും ഒരെണ്ണോ വില എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മുറിച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് പച്ചപ്പൊക്കെ വന്നപ്പോഴത്തേക്കും കാണാനായിട്ട് വേറൊരു ലുക്കായിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ ലീവ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇനിയാണെങ്കിൽ കുറച്ച് ലീവ്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പർപ്പിൾ കളറ് എൻ്റെ കയ്യിൽ കുറച്ച് കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ വളരെ വിലക്കുറവിൽ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വാട്ടർ ഫൗണ്ടൈൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ പറ്റുന്നവരൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇൻഡോർ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഐഡിയ ആണിത്. അപ്പോൾ വെറുതെ മുറ്റത്ത് വേസ്റ്റായിട്ട് കിടന്ന ഒരു പൈപ്പ് നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വെച്ചിട്ട് യൂസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.